അപ്പോൾ നമുക്കിന്ന് കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല നാടൻ പോർക്ക്. അപ്പോൾ നമ്മൾ ആ പോർക്ക് വെച്ച് നല്ല ഒരു കിഡിക്കാച്ചി ഒരു അടിപൊളി ഫ്രൈ ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ നമുക്ക് പോർക്കിൻ്റെ വേവിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വേഗം ചെയ്തെടുക്കാം. നമുക്കിനി പോർക്ക് എടുത്തിട്ടിട്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, അത് മതി. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് ഇനി നമുക്ക് തേങ്ങാക്കൊത്തുകൂടെ അരിഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങാക്കൊത്തിടാൻ വേണ്ടി നല്ല നാടൻ തേങ്ങ. അപ്പോൾ ഇനി തേങ്ങാക്കൊത്ത് അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് നമുക്ക് വേവിക്കാൻ സ്റ്റൗവിലോട്ട് വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് പന്നി അങ്ങ് കയറ്റി വെച്ചേക്കാം. ഇതിൻ്റെ സ്റ്റൗ വെച്ച് നമുക്ക് പോർക്ക് നമ്മൾ ഏതായാലും തീയെ വെച്ചിട്ടുണ്ട്. നമുക്കിനി പോർക്ക് വേകുമ്പോഴത്തേന് നമുക്കിനി അതിനുള്ള പോർക്കിനെ വേറെ നമുക്ക് മൂപ്പിക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കാം. ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് ഏകദേശം ഒരു ചോട് ഇഞ്ചിയാണ്. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടത് നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് ചെയ്താലും മതി. കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് വെളുത്തുള്ളിയും ഇങ്ങനെയായിട്ട് ചെയ്യുമ്പോഴാണ്. നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ പേസ്റ്റാക്കിയാൽ മതി. അപ്പോൾ നമുക്കിനി ഒരു വെളുത്തുള്ളി ഒരെണ്ണം എടുത്താൽ മതി. അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ തൊലി പൊളിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചെത്തി അങ്ങ് എടുത്താൽ മതി. ഒരു പച്ചമുളകോടെ അരിഞ്ഞിട്ട് ഇത് മതി. കുറച്ച് ചെറിയുള്ളി വേണം ചേർക്കാം. എന്നിട്ട് പോർക്കിന് എപ്പോഴും നല്ല ചെറിയുള്ളിയാണ് നല്ലത്. ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ stars while I'm standing on the pavement, spinning around, lost and found, just trying to make a statement, lift the weight off my shoulders and set me free. Let the birds in the sky is where I'd like to be, without gravity to hold
ഏകദേശം നല്ല വെന്ത് വരുന്നുണ്ട്. കുറച്ച് വെള്ളമെല്ലാം കൂടെ അങ്ങ് പറ്റിയിട്ടുണ്ട്. ഏകദേശം ആയതാണ്. പോർക്ക് ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം എല്ലാം കൂടെ അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് നെയ്യൊക്കെ ഉരുകിയിട്ടുണ്ട് നല്ലപോലെ. ഇതിന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഉരുളിയൊക്കെ വീട്ടി വെച്ചേക്കാം. ഇതിൻ്റെ വെള്ളം തോരുമ്പോഴത്തേനും നമുക്കിനി അതിന് ഗ്യാസ് കത്തിച്ച് വീണ്ടും ഉരുളി വെക്കാം. ഏകദേശം നമ്മുടെ ഉരുളി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു ചെറിയൊരു കപ്പ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയോടെ ചെഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് ചെറിയ ചുമന്നുള്ളി നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. കാരണം പോർക്കിന് ചുമന്നുള്ളി ഇടാൻ തരും കിടിക്കാച്ചിയായിരിക്കും. ഒരു 3 സബോളയും കൂടെ അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കരിയാപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അധികം സബോള വാടണ്ട. ഏകദേശം നമ്മുടെ സബോള മൂത്ത് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ പൊടിയെല്ലാം കൂടെ അങ്ങ് ഇട്ടേക്കാം. ഞാനിത് സബോളയ്ക്ക് ഉപ്പിടാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട പോർക്കിന് ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇനി അവസാനം ഒന്ന് തൂളി ഇട്ടാൽ നമ്മൾ കുരുമുളകിന് കൂടത്തിൽ. നമുക്കിനി അതിൻ്റെ പൊടി ഇട്ടേക്കാം. ഏകദേശം മൂത്തിട്ടുണ്ട്. $50 ഗ്രാം മീറ്റ് മസാലയാണ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 50 ഗ്രാം എരിവുള്ള മുളക് പൊടിയാണ്. ഏകദേശം നമ്മൾ 1 കിലോ പോർക്കിനുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്. അതുപോലെ തന്നെ ഒരു ഗരം മസാല ഒരു സ്പൂൺ. 1 സ്പൂണാക്കി ഇട്ടേക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ നിളക്കാം. അപ്പോൾ നമ്മുടെ പൊടി ഏകദേശം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പോർക്ക് എടുത്ത് ഇനി ഇട്ടേക്കാം. ഇനി നമ്മുടെ പോർക്ക് എടുത്തിട്ടേക്കാം. ആഹാ, കുറച്ച് നമുക്ക് ഇച്ചിരി എണ്ണ കൂടെ ഒഴിക്കാം. നന്നായിട്ട് കണക്കെടുക്കാം.
ഏകദേശം നമുക്ക് കുരുമുളക് ഏകദേശം ഇതുപോലെ പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇന്ന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് കൂടെ ഇട്ടിട്ട് മതി. നമുക്ക് നല്ല എടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാനുള്ള നമുക്ക് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ടേസ്റ്റിങ്ങിന് വേണ്ടി എൻ്റെ ഒരു ചേച്ചിയുടെ കൊച്ചിനെയും പിന്നെ എൻ്റെ അടുത്തുള്ള ഫ്രണ്ടിനെയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവനെ എപ്പോഴും നമ്മുടെ വീഡിയോക്കകത്തുള്ള അത് പിന്നെ പറയുന്ന കാര്യമില്ല. അപ്പം കഴിക്കാം. കഴിച്ചു എടുത്തു. ഏതായാലും ഞാൻ അവസാനം നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നാരങ്ങയൊക്കെ പിടിഞ്ഞ് കഴിച്ച് വേഗം എടുക്ക്. നീ കഴിച്ചു നോക്കി. പൊറോട്ട എടുക്കുക. അതെ, നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ കഴിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു പീസ് എടുക്കുക, ഒരു സവോള എടുക്കുക. ടോവിന പറഞ്ഞ പോലെ ഒരു പീസ് ഇങ്ങനെ എടുക്കുക, ഒരു ചെറിയ സവോള. സാധനം എങ്ങനെയുണ്ട്? ആണല്ലേ? ഒരു മിനിറ്റ് ഞാനൊന്ന് കഴിക്കട്ടെ. ആ പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് ആ സവോളയും ചെറിയൊരു പീസ് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും സൂപ്പർ കേട്ടോ. സബോള കൂട്ടി തിന്നുമ്പോഴാണ് ടേസ്റ്റ് വരിക. ഇപ്പോഴത്തെ കടയിലൊന്നും നല്ല ഇതൊന്നും കിട്ടുന്നില്ല. അതെ, നല്ല എരിവുണ്ട് കേട്ടോ. നിറച്ചു നമുക്ക് ഇതിനെ പറ്റി കഴിക്കാനുള്ള. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാൻ എബിൻ സാബു, ഇത് ദീപു കുര്യാക്കോസ്, ഇത് സോളമൻ ബിജു, ഇത് ജോർജ് കുട്ടി ഷൈൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.